കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മാജിദക്ക് ഫൈസലിനെ അവന്റെ ഉപ്പയൊന്നും അറിയില്ല. അവളുടെ ഉപ്പ അവളെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. ഷെരീഫെ, ഇതെന്റെ മോളാണ്, ഏറ്റവും ഇളയ മോള്. ഇവളെ നീ കാണാൻ വഴിയില്ല, കാരണം ഇവളുടെ പഠിത്തമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. മാജിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ഷെരീഫ് മറ്റാർക്കോ വേണ്ടി തിരയുന്ന പോലെ കണ്ണുകൾ ഓടിച്ചു. അത് കണ്ട് കബീർക്കാക്ക് മനസ്സിലായി അത് തൻ്റെ മൂത്തമകൾ മുഫീദയാണ് നോക്കുന്നതെന്ന്. അവള് കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ ഒരാഴ്ചയായി താമസിക്കാൻ പോയിട്ട്. ഷെരീഫിനെ നോക്കി കബീർ പറഞ്ഞു. ഫൈസലിന് മാജിയെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവളുടെ മുഖത്ത് അത്ര തെളിച്ചുണ്ടായില്ല. അലവലാതി കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നീ ചിരിക്കുന്നുണ്ടില്ലേ? തെണ്ടി പട്ടി, എല്ലാവരും നിനക്ക് മാപ്പ് തന്നിരിക്കും. ബട്ട് ഈ മാജി അത്ര പെട്ടെന്നൊന്നും വഴങ്ങില്ല മോനെ ഫൈസലെ. മാജി ഫൈസലിനെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം അഹാനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. മാജിയുടെ ഭാവത്തിൽ അവൾ ഫുൾ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് ഫൈസലിന് മനസ്സിലായിരുന്നു. അവൻ അവൾ പോകുന്ന വഴി കണ്ണുകൾ നീക്കിയപ്പോൾ അറിയാതെങ്കിലും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഡി, നിങ്ങൾക്ക് എന്ത് വായിച്ച ആ അലവരാധിക്കും ഫാമിലിക്കും മാപ്പോടുത്ത് സൽക്കരിക്കുന്നത്? വീട്ടിലെത്തിയ ഉടനെ മാജി അഹാനയോട് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറയുന്നത്? അവൻ വന്ന് മാപ്പ് പറഞ്ഞില്ലേ? പിന്നെ ഒരു കാര്യം, പണ്ട് അവന്റെ ഉപ്പ നിങ്ങളോട് ചെയ്ത ക്രൂരതക്കൊന്നും അവൻ കൂട്ടുന്നില്ലല്ലോ. ഒന്നും അറിഞ്ഞതുപോലും ഉണ്ടാവില്ല. മാത്രമല്ല അവന്റെ ഉപ്പ ഈ അവസ്ഥയിലെത്തിച്ച് നിങ്ങളാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മകന്റെ കടമ ആരായാലും നിർവഹിക്കും. അത് ചെയ്തവർ വേരോടെ പിഴുതെറിയാൻ ആരായാലും ശ്രമിക്കും. അതേ അവനും ചെയ്തുള്ളൂ. അഹാന പറയുന്നത് കേട്ട് മാജി വാപൊളിച്ച് നോക്കി. എന്റെ പൊന്നോ, നീ സംഭവം കേട്ടോ. നിന്നല്ലേടി അവൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടോ ഉപദ്രവിച്ച്? എന്നിട്ട് നിനക്കെങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? സത്യാവസ്ഥ എന്താണെന്ന് അവന്റെ ഉമ്മ പറഞ്ഞപ്പോഴല്ലേ അവൻ അറിഞ്ഞത്. അതറിഞ്ഞ ഉടനെ തന്നെ തന്റെ തെറ്റ് മനസ്സിലാക്കി വന്നില്ല അവൻ. പ്രായശ്ചിത്തത്തേക്കാൾ വലുത് ഒന്നുമില്ലടി. നീ കണ്ടില്ലേ, കാലങ്ങളായി അവന്റെ ഉപ്പ വേദന മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അതിലൂടെ അയാളുടെ മനസ്സ് നന്നായില്ലേ? പിന്നെ അവർ ചെയ്ത തെറ്റിനൊക്കെ ഒരുപാട് അനുഭവിച്ചില്ലേ? എന്തായാലും എനിക്ക് ആ തെണ്ടി അങ്ങ് ദഹിക്കുന്നില്ല. കാണാൻ നല്ല ഗന്ധർവരെ പോലെ ഉണ്ടെങ്കിലും മനസ്സ് ജഗത്താൻ്റെയാ. മാജി അത് പറഞ്ഞതും അഹാനെന്ന് ചിരിച്ചു. അല്ലെങ്കിൽ നീ എന്തിനാടി അവന് ദഹിക്കാൻ പോകുന്നത്? അവന് ദഹിക്കാൻ ഏതെങ്കിലും നല്ല ചുന്തിരി പെണ്ണ് വരും, അവള് ദഹിച്ചോളും. മോള് ദഹിക്കണ്ട, ഓക്കെ? മാജിയുടെ ഭാവം കണ്ട് അഹാന അവളെ ഒന്ന് നല്ലപോലെ ആക്കി. കള്ള പന്നി, നിനക്ക് തരുവടി എൻ്റെ ഇക്കാനെ. നോക്കിക്കോ, ഞാൻ പാരവയ്ക്കും ഇക്കാക്ക്. അതും പറഞ്ഞ് മാജി ദേഷ്യത്തോടെ അവൾ അടിക്കാനേ ഓടി. നീ ഓവറാക്കണ്ട മാജി, ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. നിന്റെ ഇക്കാനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു എനിക്ക്. എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാം ഉൾട്ടായില്ലേ? സോ മോളധികം നെകളിക്കണ്ട. ഇപ്പോൾ വലിയ മസിലൊക്കെ പിടിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഒട്ടിപ്പോവും. ഓടുന്നതിനിടയിൽ അഹാന വിളിച്ചു പറഞ്ഞു. എൻ്റെ ഇക്കാന്റെ മനസ്സ് നല്ലതാടി, അവനെ പോലെ വൃത്തിയിട്ടല്ല. പിന്നെ അവനെ പ്രേമിക്കുന്നതിന് നല്ല വല്ല പൊട്ടക്കെങ്കിലും ചാടുന്ന അല്ല. പിന്നെ നീ പറട്ടെ, നീ എൻ്റെ ഇക്കാനായിട്ട് ഇങ്ങനെ ഓടിക്കോ? അവിടെ നിൽക്കടി. ഓടിക്കും, നോക്കിക്കോ, എന്നോടാ കളി. എൻ്റെ ഇക്കാക്കേ ഇപ്പം ഇച്ചിരി റൊമാൻസ് കൂടുതലാ. സോ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. രണ്ടുപേരും ഹാള് മുഴുവൻ ഓടി. ഒടുക്കം മഹാന ഓടി ഓടി സ്റ്റെയറിൻ്റെ അടുത്തെത്തി. നേരെ മുകളിലേക്ക് വെച്ച് പിടിച്ചു. അവളുടെ പിറകെ ഓടി വന്ന മാജി സ്റ്റെയറിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചതും അവളുടെ നീണ്ട ഗൗണിൽ തടഞ്ഞ് പുറകിലേക്ക് വീഴാൻ പോയത് ഒരുമിച്ചായിരുന്നു. വീഴുന്നതിനിടയിൽ അവൾ അലറി വിളിച്ചു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അഹാന ഞെട്ടി കൈ വായിൽ പൊത്തി നിന്നുപോയി. ഡയറക്റ്റ് പരലോകത്തേക്കുള്ള ടിക്കറ്റ് കിട്ടിയെന്ന് കരുതിയ മാജി കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായത് താൻ വീണില്ലെന്ന്. പകരം രണ്ട് ബലിഷ്ഠമായ കരങ്ങളിൽ സേഫായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. വീഴ്ചയിൽ പെട്ടെന്ന് തന്നെ താങ്ങിയ ആളുടെ കഴുത്തിലൂടെ കൈകൾ കൊണ്ട് ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് മാജി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ആ ആളിൽ ഉടക്കി. ആളെ കണ്ടതും ഇതിലും ഭേദം നേരെ പരലോകത്തേക്ക് പോകുന്നതായിരുന്നു നല്ലതെന്ന് വരെ അവൾക്ക് തോന്നി. കണ്ണു രണ്ടും തള്ളി തന്നെ താങ്ങി നിർത്തിയ ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. യാ കുദാ, ഫൈസൽ ഇവനാണോ എന്നെ വീഴാതെ താങ്ങിയത്? ഫൈസലിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. എന്തെന്നില്ലാത്ത അവന്റെ മിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച അവന്റെ കരങ്ങൾ ഒന്നുകൂടി മുറുകി അവളുടെ ആ തിളങ്ങുന്ന കണ്ണുകൾ തന്നെ നോക്കിയിരുന്നു പോയി. മോളെ, വല്ലതും പറ്റിയോ? പുറകിൽ നിന്ന് കേട്ട മാജിയുടെ ഉപ്പയുടെ ശബ്ദത്തിൽ നിന്നാണ് അവരിരുവർക്കും ബോധം വന്നത്. പെട്ടെന്ന് തന്നെ ഫൈസൽ അവളെ നേരെ നിർത്തി. അവളും പൊടുന്നതിനെ അവന്റെ കൈകളിൽ നിന്ന് പെടഞ്ഞു മാറി. കബീർക്ക അഹമ്മദ് കയുടെ വീട്ടിൽ നിന്നും തന്റെ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഷെരീഫിനെയും ഫൈസലിനെയും അവന്റെ ഉമ്മയെയും. അപ്പോഴാണ് അഹാനയും അവൾക്ക് പിറകെ മാജി ഓടിപ്പോന്നവർ കണ്ടത്. ഒരു നിമിഷം അവരുടെ കുട്ടികൾ കണ്ട് അവിടെ നിന്ന് എല്ലാവരും വാപൊളിച്ച് ഇന്നുപോയി. എന്റെ റബ്ബേ, ഈ പെണ്ണ് എന്നെ ഫസ്റ്റ് നൈറ്റിനിട്ട് ഇങ്ങനെ ഓടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതിന്റെ ഒന്നും കുട്ടികൾ ഇനിയും മാറിയിട്ടില്ല. എന്റെ ഒരു വിധി. ആബിദ് സ്വയം ആത്മകഥം പറഞ്ഞു. പെട്ടെന്നായിരുന്നു അഹാനയുടെ പിറകെ സ്റ്റെയർ കയറാൻ നോക്കിയ മാജി എന്തോ തടഞ്ഞു പുറകോട്ട് വീഴാൻ പോയത്. അത് കണ്ടതും ഫൈസൽ അവിടെ നിന്ന് മിന്നൽ വേഗത്തിലായിരുന്നു അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയത്. എന്താ മക്കളെ ഇത്, നിങ്ങൾക്കൊക്കെ വയസ്സ് എത്രയാ? ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ കളിയാ, കെട്ടിച്ചു വിടാൻ സമയമായി. കബീർക്ക മാജിയും മഹാനെയും നോക്കി പറഞ്ഞു. രണ്ടുപേരും കബീർക്കയെ നോക്കി നന്നായിട്ട് ഇളിച്ച് കാണിച്ചു. ഇവൻ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണായിരുന്നു തലയും കുത്തി വീഴുന്നത്.
മാജിയുടെ ഉമ്മയായിരുന്നത്. അവൾക്കാണ് ഫൈസലിനെ നോക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഫൈസൽ അവളെ നോക്കിയല്ലാതെ വാതുറന്നൊന്നും പറയാൻ നിന്നില്ല. അഹാന നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ തുറിച്ചു നോക്കുന്ന ആബിദിനെ. അല്ലോ, ഇനി ഇങ്ങനെയുടെ കൈ കിട്ടിയ എന്നെ നിന്ന് പൊരിക്കല്ലോ. അഹാന എസ്കേപ്പ്. എന്തോ പറയാനേ അവരുടെ അടുത്തേക്ക് ആബിദ് നടന്നു വന്നതും അഹാന മാജിയുടെ കൈ പിടിച്ച് നേരെ മുകളിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അത് കണ്ടതും താഴെ കൂടിയവരൊക്കെ ഒന്നായി ചിരിച്ചു. ഈ പിള്ളേരുടെ ഒരു കാര്യം, കബീർക്ക പറഞ്ഞു. നിന്നെ എൻ്റെ കൈ കിട്ടുവടി, അപ്പൊ കാണിച്ചു തരാം കേട്ടോ, ആബിദ് മനസ്സിൽ പറഞ്ഞു. റൂമിൽ കയറി ഉടനെ മാജി ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി. അവളുടെ മനസ്സ് അവിടെയൊന്നും അല്ലായിരുന്നു. തന്നെ താങ്ങി പിടിച്ച ഫൈസലിന്റെ കണ്ണുകളിൽ താൻ കണ്ടത് പകയോ ദേഷ്യമോ ഒന്നുമല്ല, മറിച്ച് മറ്റെന്തോ ആണ്. അവനിലുണ്ടായിരിക്കുന്ന മാറ്റം മനസ്സറിഞ്ഞാണെന്ന് ആ മുഖത്തു നിന്നും തനിക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എങ്കിലും എന്തോ അവനെ ഓർക്കുമ്പോൾ തന്നെ മോന്തക്കിട്ടൊരു കുത്തുകൊടുക്കാനാ തോന്നുന്നത്. അത്രയ്ക്ക് ദ്രോഹല്ലേ ആ പകയൻ നമ്മളോട് ചെയ്ത്. മനസ്സിൽ വന്ന ചിന്തകളും മുഖത്തേക്ക് ശക്തിയായി തെളിച്ച വെള്ളത്തിൽ കൂടി അവൾ ഒഴുക്കി വിട്ടു. മാജി ബാത്റൂമിൽ കയറിയപ്പോൾ അഹാന റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യാനായി റൂമിന്റെ വാതിലിലെത്തി. ഡോറിൽ തൊട്ടതും പെട്ടെന്നായിരുന്നു മുന്നിൽ ആബിദ് വന്ന് നിന്നത്. അവനെ മൈൻഡ് ചെയ്യാതെ അവൾ വീണ്ടും ഡോർ ക്ലോസ് ചെയ്യാനായി തുനിഞ്ഞപ്പോൾ അവൻ അവളുടെ കൈ ബലമായി പിടിച്ചു. മാജിയുണ്ട് ബാത്റൂമിൽ, അവൾ ഇപ്പൊ ഇറങ്ങും, ഒന്ന് പോ. പെട്ടെന്ന് തന്നെ ആബിദ് അവളുടെ കൈ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തിറങ്ങി അവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. അതിനിടയിൽ അവൾ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവനൊന്നിനും ചെവി കൊടുക്കാതെ നേരെ അവന്റെ റൂമിൽ കയറി ഡോർ ക്ലോസ് ചെയ്തു. ചെക്കൻ നല്ല കലിപ്പ് മൂടിലായതുകൊണ്ട് അവളാകെ പേടിച്ചു വരച്ച് നിൽക്കുവാണ്. ആബിദ് അവളുടെ നേരെ വരുന്നതിനനുസരിച്ച് അവളുടെ കാലുകൾ പുറകോട്ട് ചലിച്ചു. ഇക്ക, ഞങ്ങളൊരു തമാശക്ക്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല കുട്ടിയായിക്കോളാം, പ്ലീസ്, ഞാൻ പോട്ടെ. ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവൾ പോവാനാഞ്ഞതും ആബിദ് അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവന് നെഞ്ചിലേക്ക് ഇട്ടു. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ കലിപ്പോടെ തന്നെ അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചു. അവന്റെ ശ്വാസം തന്റെ മുഖത്തേക്ക് നല്ലപോലെ പതിച്ചപ്പോൾ അവളൊന്ന് പിടഞ്ഞ് കണ്ണുകൾ കൂട്ടിയടച്ചു. കാര്യമായിട്ടൊന്നും സംഭവിക്കാത്ത കണ്ട അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. തന്നെ നോക്കി 32 പല്ലും കാണിച്ച് ചിരിച്ചു നിൽക്കുന്ന ആബിദിനെയാണ് അവൾ കണ്ടത്. എന്താ പെണ്ണേ, പേടിച്ചു പോയോ? നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തല്ലേ, നിനക്ക് പേടിയുണ്ടോന്ന്? അവൻ അത് പറഞ്ഞതും അവൾ കലിപ്പോടെ അവനെ തള്ളി മാറ്റി. കുന്തം എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോവാനാഞ്ഞതും ആബിദ് വീണ്ടും അവളുടെ കൈകൾ ബന്ധിച്ചു വെച്ചു. അങ്ങനെ അങ്ങ് പോവാതെ നിന്റെ ഈ കുട്ടികളേക്ക് എപ്പോഴൊന്നും മാറുക. പിന്നെ നിന്റെ ഇത്തയുടെ കല്യാണത്തിന് ഇനി അത്ര ദിവസമൊന്നുമില്ല. അത് കഴിഞ്ഞ ഉടനെ ദേ ഈ കഴുത്തിലൊരു മഹർ ഞാൻ ചാർത്തും. എൻ്റെ കഴുത്തിലൊരു മഹർ വീഴുന്നുണ്ടെങ്കിൽ അത് ഇക്കയുടേത് മാത്രമായിരിക്കും. പക്ഷെ ഇങ്ങക്ക് എന്താ ഇത്ര തിരക്ക്? കല്യാണം എന്ന് പറയുമ്പോഴേ എനിക്ക് പേടിയാവുക. ഞാനില്ലേ നിന്റെ കൂടെ, പിന്നെ എന്തിനാ എൻ്റെ പെണ്ണ് പേടിക്കുന്നത്? പിന്നെ ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ കേട്ടല്ലോ. വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട. അത് കേട്ട് അവൾ അവനെ സംശയാർത്ഥത്തിൽ നോക്കി. ആൾക്കാരെന്ത് പറയാൻ? അല്ല, ഈ സാഹചര്യം ഒത്തുവന്നാൽ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ട് പോയാലോ? അതും പറഞ്ഞ് ആബിദ് അവളെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ചു. അതെ, നമ്മളല്ല, ഇങ്ങളെ എന്ന് പറ മോനെ. അതാണ് നിങ്ങളെ പൂതിയെങ്കിൽ ദേ എൻ്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അതിനാണ് മോൻ കല്യാണത്തിന് തിരക്കാക്കുന്നെങ്കിൽ ആ പൂതി 8ആയി മടക്കി വെച്ചേക്ക്. കല്യാണം കഴിഞ്ഞാലും ഒരു കൊല്ലത്തേക്ക് നമ്മൾ തൊടാൻ വരെ നമ്മൾ സമ്മതിക്കൂല. അതും പറഞ്ഞ് അവൾ അവൻ്റെ മൂക്കിനെ പിടിച്ചു. പെട്ടെന്നായിരുന്നു ആബിദ് അവളുടെ അരയിലൂടെ പിടിച്ച് അവനോട് അടുപ്പിച്ചത്. ആ പ്രവൃത്തിയിൽ ആദ്യം അവളൊന്ന് ഞെട്ടി. നീ സമ്മതിക്കില്ല അല്ലേ? വേണ്ട, സമ്മതിക്കണ്ട, ഞാൻ മെരുക്കിക്കോളാം നിന്നെ. എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എൻ്റെ പെണ്ണിന് തോന്നുന്നുണ്ടോ? മുല്ലമുട്ടിൽ നിന്ന് വരുന്ന ഗന്ധം പരത്തുന്ന നിന്റെ മേനി എപ്പോഴും എനിക്കൊരു ലഹരിയാണ് പെണ്ണെ. 1 വർഷം പോയിട്ടാ ഒരു സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് നിന്നിൽ ലയിച്ചു പോയിരിക്കുകയാണ് ഞാൻ. അവൻ്റെ കണ്ണുകളിൽ നോക്കി നിന്നപ്പോൾ അവൻ്റെ ആ വാക്കുകളിൽ അവളും അറിയാതെ അലിഞ്ഞു ചേർന്നിരുന്നു. അവൻ്റെ ഹൃദയം തുടിക്കുന്ന അവളുടെ കാതുകളിൽ തട്ടിത്തടയുന്നുണ്ടായിരുന്നു. എന്തോ പറയാനായി അവൾ ആഞ്ഞതും ആബിദ് അവൻ്റെ മുഖം അവളുടെ തൂവെള്ള നിറമുള്ള കഴുത്തിലേക്ക് പൊഴുത്തി വെച്ച് കഴിഞ്ഞിരുന്നു. അരയിലൂടെ അവളെ ഒന്നുകൂടി തന്നോട് അടുപ്പിച്ച് ആബിദ് അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് ആഴത്തിൽ ഇറക്കി വെച്ചപ്പോൾ ഒരു പിടച്ചിലൂടെ അവളൊന്ന് ഉയർന്നു പൊന്തി. അവളുടെ വിരലുകൾ ആബിദിന്റെ തലക്ക് പിന്നിലെ മുടികളിൽ ആഴ്ന്നിറങ്ങി. അവന്റെ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ തട്ടിത്തടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇക്കിളി പൂണ്ട് അവളൊന്ന് പിടഞ്ഞു. അവന്റെ നാവുകൾ അവളുടെ കഴുത്തിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവനെ തള്ളിമാറ്റി എതിരായി തിരിഞ്ഞു നിന്നു. പിന്നിലൂടെ അവൻ വീണ്ടും അവളെ ചുറ്റി വരിഞ്ഞു. ശേഷം അവളെ അവൻ അഭിമുഖമായി നിർത്തി. അവളുടെ നെറ്റിൽ ചൂട് ചുംബനം നൽകി. അത് കഴിഞ്ഞ് അവളുടെ നാസിക വഴി അവന്റെ ചുണ്ടുകൾ വീണ്ടും താഴേക്ക് വരുന്ന കണ്ടപ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ കൂമ്പി അടച്ചു. ഒന്ന് എതിർക്കുന്നതിന് മുന്നേ തന്നെ ആബിദ് അവൻ്റെ ചുണ്ടുകളെ അതിൻ്റെ എണ്ണയോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. കുതറിമാറാൻ അവൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും അവളെ തന്നോട് ചേർത്ത് നിർത്തി.
ആ അധരങ്ങളിലെ തേൻ നുകർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം അവളും അതിൽ ലയിച്ചു ചേർന്നു പോയി. നിർവൃതിയിൽ അവളുടെ വിരലുകൾ അവന്റെ കഴുത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അവന് തന്റെ കഴുത്തിൽ അനുഭവപ്പെട്ട വേദനയ്ക്ക് എത്രയോ മുകളിലായിരുന്നു അവളുടെ അധരങ്ങളിൽ നിന്നും അവന് കിട്ടിയ അനുഭൂതി. അതുകൊണ്ട് തന്നെ സ്വയം നിർവൃതി അടങ്ങി ചോരയുടെ രുചി അറിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയത്. ശ്വാസമെടുക്കാനാവാതെ അവൾ ആബിദിന്റെ നെഞ്ചിലേക്ക് വീണു. നന്നായി കിതക്കുന്നുണ്ടായിരുന്ന ഇരുവരും കുറച്ചു സമയം പരസ്പരം മതിമറന്ന് പുണർന്നതിന് ശേഷം ആബിദ് അവളോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്റെ പെണ്ണിന് വേദനിച്ചോ? അത് കേട്ടതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി. പെണ്ണിന്റെ ചുണ്ടിൽ നിന്നും അവിടെ ഇവിടെയായി ചോര പൊടിയുന്നുണ്ട്. അത് കണ്ടതും ആബിദിനെന്തോ വിഷമായി. എന്നോട് ക്ഷമിക്കുമെന്നേ, നിന്നിങ്ങനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സോറി. പക്ഷേ അതിൽ അവൾക്ക് അവനോടൊരു പൊടി പോലും ദേഷ്യം തോന്നിയില്ല. പകരം അവന്റെ വാപുത്തി അവളൊന്നും പറയേണ്ടത് തലയാട്ടി. മനസ്സുകൊണ്ട് മാത്രമല്ല ഇക്ക, ശരീരം കൊണ്ടും ഞാൻ മുഴുവൻ എൻ്റെ ഇക്കാക്കുള്ളതാണ്. എനിക്കൊരു വിഷമവുമില്ല. എൻ്റെ മേലെല്ലാം കൊണ്ടും ഇക്കാക്ക് പൂർണ്ണ അവകാശമുണ്ട്. അവളത് പറഞ്ഞതും അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമായിരുന്നു. അവളുടെ മുഖം അവൻ തൻ്റെ കൈക്കുമ്പിലെടുത്തുകൊണ്ട് ആ ചുണ്ടിൽ പൊടിഞ്ഞ രക്തത്തെ അവൻ ചുണ്ടാൽ തന്നെ ഒപ്പിയെടുത്തു. അതെ, ഇതൊക്കെ വെറൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പൊ തന്നെ നീ എൻ്റെ കഴുത്തിന് ഈ പരുവാക്കി. ഇനി എന്തൊക്കെ കിടക്കുന്നു? അന്നേരം നീ എന്നെ ഞെക്കി കൊല്ലുമല്ലോ പെണ്ണെ. ആബിദ് അവൻ്റെ കഴുത്ത് കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. സംഭവം മൂപ്പര് പറഞ്ഞു ശരിയാണ്. നേരത്തെ കിസ്തടിച്ചപ്പോൾ അവൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയിരുന്നു. നഖം തട്ടി നല്ലപോലെ വാർന്നിട്ടുണ്ട് കഴുത്ത്. സോറിക്ക, ഞാൻ അറിയാണ്ട്, നിങ്ങളെ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായേ. അവളത് പറഞ്ഞപ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവളെ അവൻ ചേർത്ത് നിർത്തി. എന്നെ കൊണ്ടാണോ? എന്നാ ഇനിയും നീ എൻ്റെ കഴുത്ത് മുഴുവൻ മുറിവുണ്ടാക്കിയാലും എനിക്ക് വേദനിക്കില്ല. ഞാൻ റെഡിയാണ്. നീ മാന്താ റെഡിയാണോ? എന്നാൽ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. പിന്നെ അതെ, ഇനി കഴുത്തിൻ്റെ മറ്റേ സൈഡ് പിടിച്ചോ, ഇവിടെ വേണ്ട. അവൻ അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചതും അവൾ അവൻ്റെ നെഞ്ചിനിട്ടൊരു കുത്തു കൊടുത്തു. അയ്യടാ, പൂതി കൊള്ളാം എന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ഓട്ടമായിരുന്നു. റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഫാസിലയുടെ ഉമ്മയായിരുന്നത്. ഓളെ, ഫാസി അങ്ങോട്ട് വന്നായിരുന്നോ? ആ ഉമ്മ വന്നു. കൂടെ ആരെങ്കിലും ഉണ്ടോ? നേരെ ഇരുട്ടാവാറായി, അതാ ചോദിച്ച്. നിന്റെ ഉപ്പ ഡ്രോപ്പ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവളെ അയച്ചത്. പേടിക്കണ്ട ഉമ്മ, റിജാദിക്കുണ്ട്. ഉപ്പാക്ക് എന്തോ വയ്യ, അതാ റിജാദിക്കാനോട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഇച്ചിരി നേരം പരസ്പരം ആദ്യമൊന്നും റിജാദും ഫാസിലയും സംസാരിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം അവൾ ആബിദിനെയും അഹാനെയും പറ്റി ഓരോന്ന് പറയാൻ തുടങ്ങി. ഇങ്ങളിക്ക ആള് പൊളിയാണ് കേട്ടോ, ഫാസിൽ റിജാദിനോടായി പറഞ്ഞു. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? എനിക്ക് തോന്നിയ പറഞ്ഞതേ ഉള്ളൂ. അവൾ ഷോൾഡർ പൊക്കി അവനോട് പറഞ്ഞു. എങ്കിലും ഇടയ്ക്കിടെ അവൾ ആബിദിനെ ഓരോന്ന് പറഞ്ഞു പൊക്കിക്കൊണ്ടേയിരുന്നു. മൂപ്പര് മാസാണ്. അന്ന് കണ്ടില്ലേ അവൾ ഉപദ്രവിച്ചതിനെ പഞ്ഞിക്കിട്ട്? അങ്ങനെ സത്യത്തില് ആമ്പിള്ളേർക്കൊരു മാതൃകയാണ്. അതെന്താ നമ്മളൊന്നും ആ ഗണത്തിൽ പെടില്ലേ? അവളുടെ സംസാരം കേട്ട് റിജാദ് ഇച്ചിരി കടുപ്പിച്ച് ചോദിച്ചു. പിന്നെ അതന്ന് കണ്ടതാണല്ലോ നിങ്ങളെ മിടുക്ക്. ഒരു പെണ്ണിനെ കൈപ്പിടിച്ച് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കിട്ട് രണ്ട് കൊടുക്കുന്നതിന് പകരം വെറും കയ്യാ പറഞ്ഞു വിട്ടില്ലേ? നിങ്ങളുടെ ഇക്കയെ കണ്ട് പഠിക്കണം. അടിച്ച് ഇഞ്ചപ്പരുവാക്കില്ല അവരെ. നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? എന്നിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ ദേഹത്തൊന്ന് കൈവെക്കാതെ പറഞ്ഞു വിട്ടത് എന്തായിരുന്നു? അന്ന് മുഫിയുടെ എൻഗേജ്മെന്റിന്റെ റിജാദിന്റെ ചങ്ങാതിമാർ അഹാനയോട് കാണിച്ച നെറുകേണ്ട പറ്റിയായിരുന്നു അവൾ പറഞ്ഞത്. കാര്യമായിട്ടല്ല, അവനൊന്ന് ചൂടാക്കാൻ വേണ്ടി തമാശക്ക് പറഞ്ഞതായിരുന്നു. അവൾക്കറിയായിരുന്നു ഓൾറെഡി ആവിധ അടിച്ച് ചതച്ചരിച്ച അവരുടെ ബോഡിയിൽ ഇനി മറ്റൊരാൾക്ക് കൂടി കൈവെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ലെന്ന്. മാത്രമല്ല, അന്ന് അവരുടെ കരട് നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടാണ് റിജാദ് അവരെ പറഞ്ഞയച്ചെന്നും. എങ്കിലും അവനിട്ട് വെറുതെ ഒന്ന് താങ്ങിയതായിരുന്നു അവള്. കാര്യം അവൾ പറഞ്ഞ തമാശ രൂപത്തിലാണേലും അത് കേട്ടപ്പോൾ റിജാദിന് അടിമുടി ദേഷ്യം ഇരഞ്ഞു കയറി. കാരണം അവൻ അത്രയും മനസ്സറിഞ്ഞായിരുന്നു അഹാനയെ സ്നേഹിച്ചിരുന്നത്. സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുകയായിരുന്നു. തൻ്റെ ഇക്കാക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം അത്രയും വലുതാണെന്ന് അവന് അന്നത്തെ ആ ഒരു ഇൻസിഡന്റിലൂടെ തന്നെ മനസ്സിലായിരുന്നു. അവരുടെ സ്നേഹത്തിന് തടയിടാൻ ഒരു ശക്തിക്കും ആവില്ല. ഇന്നേവരൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നേരാവണ്ണം നോക്കാതെ കല്യാണം പോലും വേണ്ട എന്നും പറഞ്ഞ് കാലങ്ങളായി തന്റെ ജോലി മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിച്ച ആബിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അതിന്റെ ആഴം നമുക്ക് അളക്കാവുന്നതിൽ അപ്പുറമായിരിക്കും. പെട്ടെന്നായിരുന്നു റിജാദ് തന്റെ കാറ് സഡൻ ബ്രേക്കിട്ട് നിർത്തിയത്. കാര്യമറിയാതെ ഫാസിൽ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലതും പറഞ്ഞു മുഴുമിക്കുമ്പോഴേക്കും റിജാദ് ഇടയിൽ കയറി പറഞ്ഞു, ഗെറ്റ് ഔട്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.